ഹലോ, ആർട്സ് ആൻഡ് ക്ലോത്ത്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹാൻഡ് എംബ്രോയിഡറിയിലെ ഫ്ലവർ സ്റ്റിച്ചുകൾ തന്നെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് നമുക്ക് ലേസി ഡേസി ഫ്ലവർ എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു റൗണ്ട് വരച്ചിട്ട് അതിൽ കുറച്ച് ലൈൻസ് വരച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ നീഡിൽ താഴെ നിന്നും കുത്തിയെടുക്കുക. ശേഷം ആ ലൈനിൻ്റെ എൻഡിലേക്ക് സൂചി കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ത്രെഡിനെ ഈ നീഡിലിൻ്റെ അടിയിൽ കൂടെ ഒന്ന് എടുക്കുക. അപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ വരും. അതിനുശേഷം നമ്മൾ ഈ ത്രെഡിനെ അവിടെ ഒന്ന് താഴോട്ട് കുത്തി കൊടുക്കുക. വീണ്ടും നമ്മൾ സെൻറ്ററിൽ നിന്ന് സൂചി കുത്തിയെടുക്കുക. ഈ പോയിന്റിലേക്ക് എടുക്കുക. നീഡിലിൻ്റെ അടിയിൽ കൂടെ ത്രെഡ് വലിച്ചെടുക്കുക. അടിയിലേക്ക് ടക്കിങ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ റെഡിമെയ്ഡ് ഡ്രസ്സുകളിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു എംബ്രോയിഡറി ഡിസൈനാണ് ഈ ലേസി ഡേസി. നല്ല എളുപ്പമായിട്ട് ചെയ്യാനും പറ്റും. ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. ഈ ലേസി ഡേസി ഫ്ലവർ വെച്ചിട്ട് തന്നെ നമുക്ക് ലീഫും ചെയ്തെടുക്കാം. ചെറുതായിട്ട് ഇങ്ങനെ ലീഫ് ഡിസൈൻ ചെയ്താൽ നല്ല ഭംഗിയാണ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രഞ്ച് നോട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു റൗണ്ട് വരച്ച് വെച്ചിട്ടുണ്ട്. ശേഷം നീഡിൽ താഴെ നിന്ന് കുത്തിയെടുക്കുക. അതിന് ശേഷം നമ്മൾ നീഡിലിലെ ത്രെഡ് 2 തവണ ചുറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതേ പോയിന്റിലേക്ക് തന്നെ കുത്തി കൊടുക്കുക. ത്രെഡ് താഴോട്ട് വലിച്ചെടുക്കുക. അപ്പോൾ ഒരു നോട്ട് കിട്ടും. ഇതാണ് ഫ്രഞ്ച് നോട്ട്. വീണ്ടും സെയിം 2 തവണ ചുറ്റിയെടുത്തിട്ട് അതേ പോയിന്റിൽ തന്നെ കുത്തി താഴോട്ട് വലിച്ചെടുക്കുക. ഇതും നമ്മുടെ റെഡിമെയ്ഡ് ഡ്രസ്സുകളിലൊക്കെ ഒരുപാട് കാണുന്ന ഒരു എംബ്രോയിഡറി ഡിസൈൻ തന്നെയാണ് ഫ്രഞ്ച് നോട്ടും. ഈ ഫ്രഞ്ച് നോട്ട് മാത്രം വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഫ്രോക്കും ചുരിദാറൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അടുത്തത് നമ്മൾ റിംഗ് നോട്ട് ഫ്ലവർ ആണ് നോക്കുന്നത്. ഈ ഫ്രഞ്ച് നോട്ടിൻ്റെ സെയിം തന്നെയാണ് റിംഗ് നോട്ട്. അത് കുറച്ച് ലൂസാക്കിയിട്ടാണ് ത്രെഡ് നീഡിൽ ചുറ്റേണ്ടത്. എന്നിട്ട് നമുക്ക് പിന്നെ എന്തോരം ഈ റിങ്ങിൻ്റെ വലിപ്പം വേണം വെച്ചാൽ അതിനനുസരിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് നീഡിൽ താഴോട്ട് കുത്തി കൊടുത്താൽ മതി. ഫ്രഞ്ച് നോട്ടിൻ്റെ അത്രയും ത്രെഡ് ടൈറ്റ് ആക്കണ്ട, ലൂസിൽ നമ്മളിങ്ങനെ കുത്തി കൊടുത്താൽ മതി. അപ്പോൾ റിംഗ് നോട്ട് ഫ്ലവർ ആയിട്ട് കിട്ടും, റിംഗ് നോട്ടായിട്ട് കിട്ടും. അതിന് ഇത്ര വലിപ്പം വേണ്ട വെച്ചാൽ നമുക്ക് ചെറുതായിട്ടാണെങ്കിലും റിംഗ് നോട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റിച്ചാണ് ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച്. ഈ ഒരു സ്റ്റിച്ച് പഠിച്ചാൽ നമുക്ക് ബുള്ളിയൻ റോസൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ലൈൻസ് വരച്ചിട്ടുണ്ട്. അതിൽ ലൈനിൻ്റെ അറ്റത്തുനിന്ന് സൂചി കുത്തിയെടുത്തിട്ട് സെൻട്രൽ പോയിന്റിൽ കുത്തുക. അവിടെ നിന്ന് വീണ്ടും നമ്മൾ അറ്റത്തേക്ക് തന്നെ കുത്തി കൊടുക്കുക. സൂചിനെ വലിച്ചെടുക്കരുത്, മാക്സിമം ഇങ്ങനെ കുത്തി നിർത്തിയാൽ മതി. അതിനുശേഷം നീഡിലിൽ ത്രെഡ് ചുറ്റി കൊടുക്കും. ഞാനിവിടെ 10 ടൈംസ് ഒക്കെയാണ് ചുറ്റി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ആ ത്രെഡിനെ ഇങ്ങനെ പിടിച്ചിട്ട് നീഡിലിനെ പതുക്കെ വലിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ കുത്തി കൊടുക്കുക. ഇതാണ് ബുള്ളിയൻ നോട്ട് എന്ന് പറയുന്നത്. ബിഗിനേഴ്സിനൊക്കെ ഇത്തിരി പാടാവും, പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
വീണ്ടും ഞാനിതാ 10 ടൈംസ് ചുറ്റി കൊടുക്കേണ്ട ശേഷം നമ്മൾ ത്രെഡിനെ അവിടെ പിടിച്ചിട്ട് വേണം നീഡിൽ വലിച്ചെടുക്കാൻ. ഈ ത്രെഡ് ചുറ്റുമ്പോൾ ഒരുപാട് ടൈറ്റാക്കി ചുറ്റിയാൽ നമുക്ക് നീഡിൽ വലിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഒരുപാട് ടൈറ്റ് ആക്കാതെ, എന്നാൽ നല്ല ലൂസാവാനും പാടില്ല, ആ ഒരു രീതിയിൽ വേണം ചുറ്റിയെടുക്കാൻ. ഇതാണ് ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച്. ഇനി അടുത്തതായിട്ട് നമ്മൾ വൂവൺ വീൽ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇതിന് വൂവൺ റോ സ്റ്റിച്ച് എന്ന് പറയാറുണ്ട്. അതിനുവേണ്ടി ഞാനൊരു റൗണ്ട് വരച്ചിട്ട് അതിനെ 5 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം ഓരോ പോയിന്റിന്റെ അറ്റത്തുനിന്നും സെൻട്രലിലേക്ക് ത്രെഡ് കുത്തി കൊടുക്കാണ്. ഈ ത്രെഡ് കുത്തുന്നത് ഇത്തിരി ടൈറ്റാക്കി കുത്തിയാലാണ് നമുക്ക് വീല് ചെയ്തെടുക്കുമ്പോൾ വൃത്തിയിൽ വരുള്ളൂ. അതിനുശേഷം സെൻറ്ററിൽ നിന്ന് ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ കുത്തിയെടുത്തത്. അതിനുശേഷം ഒരു ലൈനിന്റെ മുകളിലൂടെ അടുത്തതിന്റെ താഴെ കൂടെ അങ്ങനെ മാറി മാറി ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. നമ്മളിപ്പോൾ ആദ്യം ഇത് ഒന്നിന്റെ മുകളിലൂടെ ചെയ്തു, അടുത്തതിന്റെ അടിയിൽ കൂടെ. ഇനി അടുത്തതിന് വിട്ടിട്ട് തൊട്ടപ്പുറത്തതിൻ്റെ അടിയിൽ കൂടെ വലിച്ചെടുക്കുക. ശേഷം അടുത്തതിൻ്റെ മുകളിൽ കൂടെ, അതിൻ്റെ മുകളിലൂടെ, പിന്നെ അടുത്തതിൻ്റെ അടിയിലൂടെ. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകും. അതിൻ്റെ മുകളിലൂടെയാണ് അടുത്തതിൻ്റെ താഴ്ഭാഗത്തൂടെ ത്രെഡ് ചുറ്റിയെടുക്കണം. ഈ നീഡിലിന്റെ ബാക്ക് സൈഡിൽ കൂടെ നമ്മൾ ഇങ്ങനെ വലിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സുഖമായിട്ട് വലിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഈസി ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്, പക്ഷെ ചെയ്ത് കഴിഞ്ഞ ഒരു റോസ് ഫ്ലവറിൻ്റെ ഒക്കെ ഒരു ഫീലാവും. ഇതാണ് നമ്മുടെ വൂവൺ റോസ് എന്ന് പറയുന്ന സ്റ്റിച്ച്. അടുത്തത് സ്പൈഡർ വെബ് സ്റ്റിച്ചാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 8 ഭാഗമാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ശേഷം നമ്മൾ സെൻട്രൽ പോയിന്റിൽ നിന്ന് ഈ 8 ഭാഗത്തേക്കും ത്രെഡ് കുത്തി കൊടുക്കുകയാണ്. ശേഷം നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് ത്രെഡ് വലിച്ചെടുത്തു. എന്നിട്ട് ആ വലിച്ചെടുത്തതിൻ്റെ തൊട്ട് ബാക്കിലുള്ള ലൈനിനെ ഒന്നുകൂടെ ചുറ്റിയെടുക്കുക. ആ ഒരു ലൈനിന്റെ അടിയിൽ കൂടെ സൂചി വലിച്ചെടുക്കുക. അപ്പോൾ ഒറ്റ ലൈനല്ല, അതിൻ്റെ തൊട്ടടുത്തുള്ള ലൈനിന്റെ 2 ലൈനിന്റെ അടിയിൽ കൂടെയാണ് വലിച്ചെടുക്കുന്നത്. ശേഷം നമ്മൾ അതിനെ ഒന്നും കൂടെ ത്രെഡ് ചുറ്റിയെടുക്കുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ലൈനിൻ്റെയും കൂടെ അടിയിൽ കൂടെ എടുക്കുക. അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഒരു കെട്ട് വരും. അങ്ങനെ എടുക്കുമ്പോൾ 2 എണ്ണത്തിൻ്റെ അടിയിൽ കൂടെ ഇട്ടെടുക്കാം. ഫസ്റ്റിൽ തന്നെ മുകളിലൊരു കെട്ട് പോലെ വരും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവാം. നമ്മൾ ഈ ചുറ്റി കൊടുക്കുന്ന ത്രെഡും ഒരുപാട് ടൈറ്റ് ആവാനും ഒരുപാട് ലൂസ് ആവാനും പാടില്ല കേട്ടോ. നമ്മളിങ്ങനെ അടുപ്പിച്ച് ചുറ്റി കൊടുക്കണം. നമ്മൾ ആ ലൈനിട്ട ത്രെഡിന്റെ കളറ് കാണാൻ പാടില്ല.
ഇത് നമുക്ക് ഫ്ലവർ ഡിസൈൻ ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റിച്ചാണ്. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സാറ്റിൻ ഫ്ലവർ ആണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഹാർട്ട് ഷേപ്പ് വരച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ടിപ്പിൽ നിന്നാണ് നമ്മൾ ത്രെഡ് ആദ്യം കുത്തിയെടുക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ ഈ വരച്ച അതേ ഒരു ഷേപ്പിൽ തന്നെ ത്രെഡ് ആദ്യം ഒരു സൈഡിലേക്ക് കുത്തി കൊടുക്കുക. അത് കംപ്ലീറ്റ് ആയതിനു ശേഷം പുറത്തെ വശത്ത് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ എങ്ങനെയാണോ വരച്ചിരിക്കുന്നത് ആ സെയിം ലൈനിൽ തന്നെ കുത്തി കൊടുത്താൽ കറക്റ്റ് നമുക്ക് ആ ഷേപ്പ് കിട്ടും. ഇത് നല്ലൊരു ഫില്ലിംഗ് സ്റ്റിച്ചാണ്. വളരെ ഈസിയാണ് ചെയ്തെടുക്കാൻ വേണ്ടി. ശേഷം നമ്മൾ അപ്പുറത്തെ സൈഡിലും സെൻറ്ററിൽ തന്നെയാണ് തുടങ്ങുന്നത്. സെയിം രീതിയിൽ കുത്തി കൊടുക്കുക. ഇത് നമുക്ക് ലീഫും ഫ്ലവറും എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ സാറ്റിൻ ഫ്ലവർ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.